2017 മുതൽ 2019 വരെയുള്ള കാലത്ത് ചൈന സർക്കാർ EVക്കുള്ള സബ്സിഡി കട്ട് ചെയ്തതോടെ വീണ്ടും പ്രതിസന്ധികൾ ആരംഭിച്ചു. BYDയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു. ഡാർക്കസ്റ്റ് മൊമെന്റ് എന്നാണ് വാങ് അതിനെ വിശേഷിപ്പിച്ചത്. സർവൈവ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് വാങ് എംപ്ലോയീസിനോട് പറഞ്ഞു. അപ്പോഴേക്കും ടെസ്ല മോഡൽ Y ഇറക്കുകയും ചൈനയിൽ പ്ലാന്റ് ആരംഭിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ബാറ്ററി മേഖലയിലും പുതിയൊരു കമ്പനി ഉയർന്നു വന്നു. അതോടെ BYD എന്നത്തേക്കാളും താഴേക്ക് പോയി. പിന്നീടാണ് COVID-19 ചൈനയിൽ വ്യാപിക്കുന്നത്. മിക്ക കമ്പനികളും തൊഴിലാളികളെ പിരിച്ചുവിട്ടു. പക്ഷെ വാങ് മാത്രം അത് ചെയ്തില്ല. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയേക്കാൾ തൊഴിലാളികളാണ് തനിക്ക് വലുതെന്ന് വാങ് നിലപാടെടുത്തു. പിന്നീട് വാങ് ചെയ്തത് എന്താണെന്നറിയോ? കമ്പനിയിലെ 3000 എഞ്ചിനീയർമാരെ വിളിച്ചു വരുത്തി മാസ്കും ഹാൻഡ് സാനിറ്റൈസറും ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു. ആ ശ്രമം വിജയമായി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാസ്ക് ഉൽപ്പാദകരായി BYD അക്കാലത്ത് മാറി. പക്ഷെ ആ വിജയത്തിന്റെ അണിയറയിൽ മറ്റു ചിലത് നടക്കുകയായിരുന്നു. അത് ആരും അറിഞ്ഞില്ല. കോവിഡ് മഹാമാരി അവസാനിക്കുമെന്നും അപ്പോൾ എതിരാളികൾക്കും വിമർശിച്ചവർക്കുമായി സർപ്രൈസ് ഒരുക്കി തിരികെ വരുമെന്നും ഉറപ്പിച്ചിരുന്നു വാങ്. ഒരു വശത്ത് മാസ്കും സാനിറ്റൈസറും എല്ലാം ഉണ്ടാക്കുമ്പോഴും BYDയിലെ എഞ്ചിനീയർമാർ BYDക്ക് പുതിയ ഡിസൈൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതിനൊപ്പം EV ഇൻഡസ്ട്രിയിൽ സെൻസേഷൻ ആവാൻ പോകുന്ന പുതിയ സ്റ്റാൻഡേർഡുള്ള ബാറ്ററിയും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലിഥിയം അയോൺ ഫോസ്ഫേറ്റ് കെമിസ്ട്രി ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി റീമോഡലിംഗ്, ബ്ലേഡ് ബാറ്ററി, സേഫ്റ്റിയും ഡ്യൂറബിലിറ്റിയും ഉറപ്പാക്കുന്ന ബാറ്ററിയുടെ പ്രൊമോഷൻ വീഡിയോ BYD തന്നെ പുറത്തുവിട്ടു. മറ്റ് കാറുകളുടെ കോപ്പിയല്ലാത്ത മറ്റേത് കാറിനെയും വെല്ലുന്ന ഡിസൈനിലുള്ള കാറുകളും പുറത്തിറങ്ങി. 2020 ആദ്യം പുറത്തിറങ്ങിയത് BYD ഹാൻ. 2020 മുതൽ 25 വരെയുള്ള കാലത്തിനിടയിൽ 5 മില്യണിലധികം കാറുകളാണ് വിറ്റുപോയത്. 3 വർഷത്തിനിടയിൽ മാത്രം 700% വിൽപ്പനയിൽ ഉയർച്ച. അവസാനം ഒരിക്കൽ കളിയാക്കിയ മസ്കിന് പോലും പറയേണ്ടി വന്നു, ഹൈലി കോമ്പറ്റീറ്റീവ്.